Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening. Good evening. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടാ. Good evening, ma'am. എല്ലാവർക്കും കാണാനൊക്കെ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? Yes, ma'am. ഓക്കെ. ഇന്ന് പ്രെയർ ആരാ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നേ? പ്രെയർ ആരെങ്കിലും ഉണ്ടോ? മറന്നുപോയോ അതൊക്കെ? ആരുമില്ല. ഞാൻ ജ്യോതി ഉദയനോടാണെന്ന് തോന്നുന്നു പ്രെയർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ. പ്രെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ പ്രയർ പറഞ്ഞിരുന്നു ക്ലാസ്സില്. ഓക്കെ. പിന്നെ ആരാ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആരാ പറഞ്ഞിരുന്ന? ഞാൻ ദീപ്തി ഹരി. ആരെങ്കിലും ഒരാളൊന്ന് പ്രെയർ ഒന്ന് പാടി. പ്രെയർ നമുക്ക് അങ്ങനെ വേണമല്ലോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ Ma'am, chala. ദീപ്തി. ഓക്കെ, പ്രെയർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു മിനിറ്റ് ma'am. ഓക്കെ. Dear God, thank you for this beautiful day. Dear God, thank you for giving me the chance to see this day. Dear God, thank you for giving us this beautiful environment. Dear God, thank you for sharing with us. Thank you for the കഴിഞ്ഞോ? ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയില്ല. എല്ലാവർക്കും കേട്ടോ? വിട്ടായിരുന്നു കേട്ടെ. വിട്ടായിരുന്നു. കുഴപ്പമില്ല. എന്തെങ്കിലും നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പുതിയ ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കുന്നേ. റിജോ വന്നേ. പുതിയ ചാപ്റ്റർ ആണ് കേട്ടോ. ഏതായിരിക്കും? ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് പോയി. യൂണിറ്റ് 8 നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുന്നത് കേട്ടോ. യൂണിറ്റ് 8. ഓക്കെ, എടുക്കട്ടെ. കണ്ടോ? ചാപ്റ്റർ കണ്ടോ നിങ്ങള്? ഓക്കെ, യൂണിറ്റ് 8 നീഡ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? വായിച്ചേ. എന്താ കൊടുത്തിരിക്കുന്നേ? Psychological needs. ഓക്കെ, അതായത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണല്ലോ കൊടുത്തിരിക്കുന്നേ. ഒരു സെക്കൻഡ്, ഒരു സ്ലൈഡ്, ഒരു പിക്ചർ കാണിക്കാനുണ്ട്. കണ്ടോ? ഒരു ട്രയാങ്കിള് കണ്ടോ കൊടുത്തിരിക്കുന്നേ? കണ്ടോ അല്ലെ? ഓക്കെ, ഇതിനു മുമ്പ് ആരെങ്കിലും ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പിരമിഡ്, മറ്റേ ഫുഡ് പിരമിഡ് പോലെയാണ്. പിരമിഡ് പോലെയാണ്. അതെ. സൈക്കോളജിക്കൽ നീഡ്സ്. സൈക്കോളജിക്കൽ നീഡ്സ് അല്ലെ? നമ്മളിപ്പോ ഒരു ചാപ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യം പറയുന്നത് എന്ത് സംഭവാ? എന്താ പറയുന്നേ? Psychological needs.
സൈക്കോളജിക്കൽ നീഡ്സ് ആണല്ലേ പറയുന്നേ. ഓക്കെ, അത് ഏറ്റവും ലാസ്റ്റ് ആണല്ലോ, ഏറ്റവും ലാസ്റ്റ് അല്ല കേട്ടോ, ഏറ്റവും ഫസ്റ്റ് വൺ ആണ് കേട്ടോ അത് വരുന്നേ. ഈ ഒരു പിരമിഡ് രൂപത്തിലുള്ള ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, ഇതിനകത്ത് ആദ്യത്തേത് വരുന്നത് സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് വൺ ആണ് വരുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ വിചാരിക്കും എന്താ സെൽഫ് ആക്ച്വലൈസേഷൻ ആണെന്ന് വിചാരിക്കും, പക്ഷെ അതല്ല വരുന്നേ, അത് ലാസ്റ്റ് വൺ ആ വരുന്നത്. ഓക്കെ, ഇത് പോയി വീണ്ടും പോയി. പിക്ചർ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടോ കാണണമെന്ന് പറഞ്ഞു തന്നാ മതിയോ? പറഞ്ഞാൽ മതി. മതി മാം. പറഞ്ഞാ മതി, ഇടയ്ക്ക് പോകുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ? നമുക്ക് ആവശ്യമുള്ള ആവശ്യങ്ങളാണ് അല്ലെ. അതിനകത്ത് ആദ്യം വരുന്നത് എന്താ? ആദ്യത്തേത് ഫുഡ് ആൻഡ് വാട്ടർ. ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സ് ആണ് അല്ലെ. ഓക്കെ, നോക്കി ഇവിടെ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് എന്താ? ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡ് ആൻഡ് വാട്ടർ അല്ലെ. ഓക്കെ, ഫുഡ് ആൻഡ് വാട്ടർ മാത്രമാണോ നമുക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സിൽ വരുന്നേ? അല്ല. പിന്നെ എന്തൊക്കെയാ വരുന്നേ? ക്ലോതിങ്, ഷെൽട്ടർ, ഹൗസ്, ക്ലോത്തിങ്, ക്ലോത്ത്സ്, സ്ലീപ്പ്, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. പിന്നെ എന്തൊക്കെയാ വരുന്നേ? എയർ വരുന്നില്ലേ? എയർ വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഉണ്ട്, പിന്നെ ക്ലോത്തിങ് ഉണ്ട്, അതുപോലെ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് ഉണ്ട്, കുറെ കാര്യങ്ങൾ ഉണ്ട്. അതുകൂടാതെ എന്തുണ്ട്? എയറും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്ത് പറയുന്നേ? നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനപ്പോ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ ആ പിരമിഡ് രൂപത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ആദ്യത്തേത് വരുന്നതാണ് എന്ത്? സൈക്കോളജിക്കൽ നീഡ്സ് അല്ലെ. ഓക്കെ, അതായത് ഒരു കുട്ടിയുടെ, നമ്മളിപ്പോ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ഏറ്റവും ആവശ്യം, അതായത് അതിന്റെ ചെറുപ്രായത്തില്, ഓക്കെ, അതിന്റെ ചൈൽഡ്ഹുഡിൽ ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അവന് ബേസിക് ആയിട്ട് എന്ത് വേണം? ഓക്കെ, നമ്മളൊരു കുട്ടിയുടെ രീതിയിൽ അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടേണ്ട ഒരു കാര്യങ്ങൾ, ആവശ്യകതകൾ, നീഡ്സിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഒരു കുട്ടിക്ക് ആദ്യം വേണ്ടത് എന്താ? അവന് ശ്വസിക്കാനായിട്ട് വായു വേണം അല്ലെ, എയർ വേണം, അതുപോലെ വാട്ടർ വേണം, അതുപോലെ തന്നെ എന്താ? ഫുഡ് വേണം, ക്ലോത്തിങ് വേണം, പിന്നെ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വേണം? കുട്ടിക്ക് വേണം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് കിട്ടണ്ടേ? കുട്ടിക്ക് ആദ്യമായിട്ട് കിട്ടേണ്ടത്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ് കേട്ടോ. ആ പിരമിഡില് ഈ സൈക്കോളജിക്കൽ നീഡ്സ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം വരുന്നത്, അത് കാണിക്കാൻ പറ്റുന്നില്ല, അത് കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോവാണ് ഇടുമ്പോ. രണ്ടാമത്തേത് വരുന്നതാണ് എന്ത്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അതെന്തായിരിക്കും? അപ്പം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മളൊരു കുട്ടിയുടെ രീതിയിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി, എന്തായിരിക്കും കുട്ടിയെ സംബന്ധിച്ച് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ? അവരുടെ സുരക്ഷ, സംരക്ഷണം, വീട്, ഹൗസ്. അവരുടെ സുരക്ഷ അല്ലേ. ഓക്കെ, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആരാ? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആരാ? പാരന്റ്സ്. ഫാമിലിയാണ് എന്ത് കൊടുക്കുന്നേ? കുട്ടിക്ക് എന്ത് കൊടുക്കുന്നേ? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് വരും കേട്ടോ. ഓക്കെ, ഹെൽത്ത് വരുന്നത് എന്തിലാ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലാണ് വരുന്നത് കേട്ടോ. അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിലാ വരുന്നേ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ വരുന്നത് അവരുടെ ഫാമിലി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ഹെൽത്തുമാണ് ഈ ഒരു ഇതില് വരുന്നത്. ഇനി അതായത് ഈ ഒരു ഞാനത് പറഞ്ഞില്ല കേട്ടോ. അതായത് ഈ ഒരു തിയറി, അതായത് ഈ പിരമിഡ്, അതായത് ഈ ട്രയാങ്കിൾ, ഇതിലുള്ള ഒരു തിയറി രൂപീകരിച്ചത് ഒരു ഫേമസ് ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് എബ്രഹാം ഓസ്ലർ കേട്ടോ. ഓക്കെ, എന്താ പേര്? എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ ഒരു തിയറി രൂപീകരിച്ചത്. ഓക്കെ, പറയോ പേര്? എബ്രഹാം ഓസ്ലർ കേട്ടോ. എബ്രഹാം ഓസ്ലർ. ഞാൻ നിങ്ങൾക്ക് ഇതിന് നോട്ട് തരുന്നുണ്ട് കേട്ടോ.
നമുക്ക് തരുന്നുണ്ട്. മാം നമ്മൾ ഈ പിരമിഡ് എഴുതുമ്പോ ഇപ്പം ഫസ്റ്റ് സൈക്കോളജിക്കൽ നീഡ്സ് അങ്ങനെയല്ലേ എഴുതണ്ടേ? അതെ അതെ അതെ. ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഓസ്ലർ ആയിട്ടുള്ളൂ, മാസ്ലോ എന്നാണ് കേട്ടോ, വേറൊരാളുടെ പേരുമായിട്ട് കണക്റ്റഡ് ആയതാണ്. എബ്രഹാം മാസ്ലോ കേട്ടോ, എബ്രഹാം മാസ്ലോ, MAZLOW, എബ്രഹാം മാസ്ലോ. ഓക്കെ, എബ്രഹാം മാസ്ലോ അദ്ദേഹത്തിന്റെ തിയറിയാണ് നമ്മളിപ്പോ പറയുന്നത് കേട്ടോ. ഓക്കെ, മൂന്നാമത് വരുന്നത് ലവ് ആൻഡ് ബിലോങ്നെസ്. ലവ് ആൻഡ് ബിലോങ്നെസ്, അതിനകത്ത് എന്തൊക്കെയാ വരിക? കുട്ടിയുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കിയേ. ലവ് ആൻഡ് ബിലോങ്നെസ്സിൽ എന്തൊക്കെയാ വരുന്നത് കുട്ടിക്ക്? എന്താ വരിക? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. കുട്ടിക്ക് നമ്മൾ ആദ്യം നീഡ്സ് കൊടുക്കും. ഫാമിലിയാണ് കറക്റ്റ് ആയിട്ടുള്ള പരിചരണം. ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് വരും. പിന്നെന്താ വരുന്നേ? റിലേറ്റീവ്സ്. റിലേറ്റീവ്സ്. അതായത് കുട്ടിക്ക് എന്താണ്, ഒരു ലവ് അഫെക്ഷൻ ഉണ്ടാവുകയാണ് അല്ലെ. അതിപ്പോ കുടുംബത്തിൽ തന്നെയുള്ള ഫാമിലിയിൽ തന്നെ ഇപ്പൊ അച്ഛനമ്മമാരോടാകാം, അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടാകാം, കസിൻസിനോടാകാം. അതുപോലെ തന്നെ ഫാമിലിക്ക് പുറത്താണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം കുട്ടിക്ക് അല്ലെ. അതായത് ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ്, പല ഫ്രണ്ട്ഷിപ്പ്, അതായത് ആ ഒരു ലവ് സൈക്കിൾ കേട്ടോ. കുട്ടിക്ക് നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്രായത്തില് കുട്ടിക്ക് എന്താണ്, ആളുകളോട് കൂടുതൽ അടുപ്പം, അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നുന്ന ഒരു പ്രായമാണ് അല്ലെ. വളർന്ന് കുറച്ച് ഇതാവുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആ സ്റ്റേജിലൂടെയൊക്കെ കടന്നു വന്നവരാണ്. ഫാമിലിയിൽ നിന്ന് നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ ലവ് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ എന്താണ്, സൗഹൃദങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കാറുണ്ട്, ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ലഭിക്കാറുണ്ട്. ക്ലിയർ ആണോ ഇത്രയും 3 കാര്യങ്ങൾ പറഞ്ഞത്? ഇനി നാലാമത്തേതാണ് എസ്റ്റീം നീഡ് കേട്ടോ. എസ്റ്റീം, ESTEM നീഡ്, എസ്റ്റീം നീഡ്. അതെന്തായിരിക്കും അപ്പോ എസ്റ്റീം നീഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും എസ്റ്റീം നീഡ്? കോൺഫിഡൻസ്, റെസ്പെക്ട്, അവരോട് തോന്നുന്നത്. റെസ്പെക്ട് ആണ് കേട്ടോ. റെസ്പെക്ട് ആണ് എന്ത്, എസ്റ്റീം നീഡ്. അതായത് കുട്ടി എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ കുട്ടിയുടെ സ്കൂളിലോ അല്ലെങ്കിൽ എന്താ പറയാ പുറത്തു നിന്നൊക്കെ എന്താണ്, കുട്ടിക്ക് റെസ്പെക്ട് ലഭിക്കുന്നു. ഓക്കെ, ഇവൻ റെസ്പെക്ട് കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, കുട്ടിക്ക് അവന്റേതായിട്ടുള്ള ആ ഒരു ആളുടെ എന്താ പറയാ, കുട്ടിയുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് എന്താണ്, കുട്ടിക്ക് എന്ത് കൊടുക്കാണ്, റെസ്പെക്ട് കൊടുക്കാണ്, അല്ലെങ്കിൽ റെസ്പെക്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഫിഫ്ത് വൺ, ഇതാണ് ലാസ്റ്റ് വൺ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് വൺ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അതെന്തായിരിക്കും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്? സെൽഫ് റിയലൈസേഷൻ ആയിരിക്കും, ഞാൻ ആരാണ് എന്ന് ബോധ്യമാവണത്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കറക്റ്റ് ഒരു ആത്മസാക്ഷാത്കാരം, അതായത് എന്താ പറയാ, ഒരു പൂർണ്ണതയിലെത്തുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും കിട്ടി എന്താണ്, ഒരു പൂർണ്ണതയിലെത്തുക എന്നുള്ളതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഞാൻ ഇതൊരു കഥ രൂപത്തിൽ പറഞ്ഞുതരാം, അപ്പൊ നമുക്ക് എന്താണ് കൂടുതലായിട്ടൊന്ന് ക്ലിയർ ആകും. ഓക്കെ, അതായത് ഒരു ഭിക്ഷക്കാരൻ, ആ ഭിക്ഷക്കാരൻ എന്താണ്, റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അയാൾക്ക് വഴിയിൽ, അതായത് റോട്ടിൽ നിന്നൊരു പേഴ്സ് കിട്ടുകയാണ്. ഓക്കെ, പേഴ്സ് കിട്ടിയപ്പോ എന്താണ്, പേഴ്സില് ആളുടെ ഫോട്ടോയും അതുപോലെ തന്നെ എന്താ പറയാ കുറച്ച് ക്യാഷ്, അതുപോലെ തന്നെ ആളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട്, പേഴ്സില് ഇരിപ്പുണ്ട്. ഓക്കെ, ഇയാള് ഇത് തേടി പിടിച്ച്, അതായത് ഈ പേഴ്സില് ആളുടെ എന്താ ID പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളിത് നോക്കിയിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തേടി പിടിച്ച് എന്ത് ചെയ്തു, ഈ ഉടമ, അതായത് ഈ ഒരു പേഴ്സന്റെ ഓണർക്ക് കൊടുത്തു. ഓണർക്ക് കൊടുത്തപ്പോ എന്താണ്, ഈ ഒരു ഓണർ എന്ന് പറയുന്നത് എന്താ, വലിയൊരു എന്താ പറയാ, ഒരു കമ്പനിയുടെ ഉടമയായിട്ടുള്ള ഒരാളാണ്.
അപ്പൊ കൊണ്ടു കൊടുത്തപ്പോ യാചകനാണ് കേട്ടോ, ഭിക്ഷക്കാരനാണ് കൊണ്ടു കൊടുക്കുന്നത്. ഒന്നുമില്ലാതെ ഇരുന്ന ഒരു അവസ്ഥയില് ആണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടു കൊടുക്കുന്നത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് ക്യാഷ് എടുത്തിട്ട് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം അല്ലെ. പക്ഷെ അയാൾ അത് ചെയ്തില്ല. അയാള് ഓണർക്ക് കൊണ്ടു കൊടുത്തു. അങ്ങനെ കൊണ്ടു കൊടുത്തപ്പോ ഈ ഓണർ, അതായത് ഈ പേഴ്സിന്റെ ഉടമയ്ക്ക് ഈ ഒരു ഭിക്ഷക്കാരൻ എന്തായി, ഇഷ്ടമായി. കാരണം എന്താ, അയാളുടെ ആ ഒരു അത്രയും വാല്യബിൾ ആയിട്ടുള്ള ഒരു സംഭവങ്ങളെ കൊണ്ടു കൊടുത്ത പേഴ്സ്. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഭിക്ഷക്കാരന് അയാള് എന്ത് ചെയ്തു, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതായത് അയാൾക്ക് കുടിക്കാനുള്ള വെള്ളം, അതുപോലെ തന്നെ കഴിക്കാനുള്ള ആഹാരം, ഇടാനുള്ള വസ്ത്രം, പാർക്കാനുള്ള പാർപ്പിടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു കൊടുത്തു, ഈ ഒരു ഓണർ ചെയ്തു കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഈ ഒരു ആളെ, അതായത് ഈ ഒരു യാചകനെ ആളുടെ തന്നെ ഒരു കമ്പനി, അതായത് ആൾക്ക് പല പല കമ്പനികൾ ഉണ്ട്, കമ്പനിയിൽ എന്ത് എടുത്തു, ഒരു അറ്റൻഡർ ആയിട്ട് എന്ത് കൊടുത്തു, ജോലി കൊടുത്തു. ഓക്കെ, അതായത് അയാൾ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ജോലി കൊടുത്തു. അങ്ങനെ അയാൾ എന്താണ് അവിടെ നിന്ന് നല്ല രീതിയിൽ അയാൾ എന്ത് ചെയ്തു, അതായത് ആത്മാർത്ഥമായിട്ട് തന്നെ എന്ത് ചെയ്തു, സിൻസിയർ ആയിട്ടും നല്ല പങ്ക്ച്വാലിറ്റിയോട് കൂടിയൊക്കെ എന്ത് ചെയ്തു, അയാൾ അവിടെ ജോലി എടുത്തു. അങ്ങനെ ജോലി എടുത്തു കഴിഞ്ഞപ്പോ എന്താണ്, കുറച്ചും കൂടി കഴിഞ്ഞപ്പോ എന്ത് കൊടുത്തിട്ടുണ്ടാവും അയാൾക്ക്, നിങ്ങളൊന്ന് പറഞ്ഞേ, എന്ത് കൊടുത്തിട്ടുണ്ടാവും? ആ, എന്ത് കൊടുത്തിട്ടുണ്ടാവും? നല്ല രീതിയിൽ ജോലി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രൊമോഷൻ. നമുക്കൊരു പ്രൊമോഷൻ കിട്ടും അല്ലെ. അങ്ങനെ പ്രൊമോഷൻ കിട്ടി. അയാൾ എന്താണ്, പ്രൊമോഷൻ കിട്ടിയപ്പോ തന്നെ എന്താണ്, കാരണം അയാളുടെ ആ ഒരു ഭിക്ഷക്കാരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രൊമോഷനിലേക്ക് എത്തുന്നത് അല്ലെ. അയാള് പ്രൊമോഷനിലേക്ക് എത്തി. ആളുകൾ എന്ത് ചെയ്തു, അയാളെ റെസ്പെക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. ഓക്കെ, ഇനി അയാൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് എന്ത് ചെയ്തു, കൂടുതൽ കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങി, കൂടുതൽ കൂടുതൽ പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ക്ലാസ്സിൽ എന്ത് ചെയ്തു, അയാള് അതേപോലുള്ള ഒരു കമ്പനി ആരംഭിച്ചു. ഓക്കെ, ഫൈനലായിട്ട് എന്ത് ചെയ്തു, അയാള് സെൽഫ് അച്ചീവ്മെന്റ് അവിടെ നടത്തി. ഓക്കെ, ഈ ഒരു ചെറിയൊരു കഥയാണ്, അതായത് ഇതുമായിട്ട് യാതൊരു കണക്ഷനൊന്നുമില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭിക്ഷക്കാരന്റെ കഥ പറഞ്ഞത്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പൂർണ്ണതയിൽ എത്തിയ ആ ഭിക്ഷക്കാരൻ. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് നീഡ്സിൽ നിന്ന് അവന്റെ കംപ്ലീറ്റ്നെസ്സിലേക്ക് അവൻ എത്തുന്നത്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ കഥയും ഇതുമായിട്ട്? അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് പിന്നെ കുട്ടികളെ വളർത്തിയെടുക്കുന്നു, പിന്നെ ആ പണി ജോലിക്ക് കുട്ടികൾ അതിലേക്ക് പോകുന്നു, പിന്നെ അങ്ങനെ തന്നെ ചെയ്തോ റൊട്ടേഷൻ ചെയ്തോണ്ടിരിക്കല്ലേ ലൈഫില്. ശരിയാണ്. ഓക്കെ, ഞാൻ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ എബ്രഹാം മാസ്ലോയുടെ ഒരു തിയറി പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു വേറൊരു തിയറി ഉണ്ട്. നിങ്ങൾ എനിക്ക് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മുടെ പഠനവുമായിട്ട് ബന്ധമുണ്ടോന്ന് അറിയില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റോബർട്ട് സ്റ്റെൻബർഗ് എന്ന് പറയുന്ന ആള് സൈക്കോളജിസ്റ്റ് ആണ്. ഈ ഒരു എബ്രഹാം മോസ്ലോലെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് റോബർട്ട് സ്റ്റെൻബർഗ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അന്നൊരു ടേം പറയാം, അത് കേട്ടിട്ടുണ്ടോ നോക്കണം. ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് കേട്ടിട്ടുണ്ടോ? തിയറി ഓഫ് ലവ് എന്താ? അതായത് ഈ ഒരു പിരമിഡ് കാണിച്ചപ്പോഴാണ് ആ ഒരു സംഭവം ഓർമ്മ വന്നത്. എന്താണ് ട്രയാങ്കുലർ തിയറി? ആർക്കറിയുന്നേ? കേൾക്കാൻ താല്പര്യമുണ്ടോ? കേൾക്കാൻ താല്പര്യമുണ്ട് അല്ലെ? നമുക്കത് കണക്ട് ചെയ്യാം അല്ലെ. നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഒന്ന് എന്താ പറയാ, ഒന്ന് നോക്കാം, ഒന്ന് അനലൈസ് ചെയ്യാം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കരമായിട്ടൊന്ന് അനലൈസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് അറിയിക്കുന്നത് മാത്രം പറയുന്നത്. പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്നാണോ പറയുന്നത്? ഇല്ല, ഞാനിത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോളജ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു സൈക്കോളജിക്കൽ തിയറിയാണ്, അതുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതായത് നമ്മുടെ ലൈഫുമായിട്ട് സൈക്കോളജിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, അത് നിങ്ങൾക്കറിയാലോ ഇല്ലേ? ചില മൂവീസിലൊക്കെ കാണിക്കുമല്ലോ ലവ് ഓരോ സ്റ്റേജിൽ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്. നമ്മുടെ അഡോളസെന്റ് സ്റ്റേജിൽ ഒരു അട്രാക്ഷൻ
ഇൻഫാക്ച്വേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മെച്ചൂർ ആയിട്ട് നമ്മുടെ ഡെസ്റ്റിനെ മാറ്റും. ആ. നമ്മൾ വളരും തോറും നമ്മുടെ ലവ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, മെച്ചൂർ ആയിക്കൊണ്ടിരിക്കും. ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണെന്ന് പറയാം അല്ലെ. അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ആർക്കും ഇതില്ലല്ലോ, എതിരഭിപ്രായം ഇല്ലല്ലോ പറയുന്നതില്. നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ ഒരു ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, റോബർട്ട് സ്റ്റെൻബർഗ് എന്ന് പറയുന്ന ആളുടെയാണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലവ് എന്ന് പറയുന്നത് എന്താണ്, 3 കമ്പോണൻസ് ചേർന്നതാണ് ഒരു ലവ് എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ട് ട്രൂ ലവ് ഒക്കെ നമുക്ക് എന്താ പറയാ അനലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ലൈഫിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് ഈ ഒരു തിയറി നമ്മളെ സഹായിക്കും എന്നാണ് ഈ ഒരു റോബർട്ട് സ്റ്റെൻബർഗ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് നമ്മളോട് പറയുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കാം 3 കാര്യങ്ങള് വേണ്ടത്? എന്തൊക്കെയായിരിക്കും? എന്തായിരിക്കും വേണ്ടത് നിങ്ങളുടെ ലൈഫ് തന്നെ? അഫെക്ഷൻ ആൻഡ് കെയർ. അഫെക്ഷൻ വേണം, കെയർ വേണം അല്ലെ. ഓക്കെ ഓക്കെ, ഞാൻ തന്നെ പറയാം. അതായത് നമ്മുടെ ലൈഫില് ഇന്റിമസി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പാഷൻ ഉണ്ടായിരിക്കണം, കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ പറയുന്നത്? ഇന്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് കുഞ്ഞു കുട്ടികളോടാണ് നമ്മൾക്ക് സ്നേഹം എന്ന് വിചാരിക്കുക. കുഞ്ഞു കുട്ടികളോടാണ് നമുക്ക് സ്നേഹം എന്ന് വിചാരിക്കുക. നമ്മൾ എന്താ വിളിക്കുക? എന്ത് വിളിക്കും നമ്മളതിനെ? നമ്മുടെ കുഞ്ഞു മക്കളോട് നമ്മൾ സ്നേഹം കാണിക്കുന്നത് എന്ത് രൂപത്തിലാ? വാത്സല്യത്തിന്. വാത്സല്യം അല്ലെ, വാത്സല്യത്തിന്റെ രൂപത്തിലാണ്. ഓക്കെ, നമ്മുടെ സെയിം ഏജിലുള്ളവരോടാണെങ്കിലോ? പ്രണയം. സെയിം ഏജ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ സെയിം ഏജിലുള്ളവരോട് നമുക്ക് സ്നേഹം തോന്നുകയാണെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് വരുന്നത്. ഇനി പ്രായത്തില് മുതിർന്ന ആളുകളോട്, ഓക്കെ, അവരോട് നമുക്ക് ഇപ്പൊ സ്നേഹം ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഇല്ലേ? ഇല്ലേ? ഏതാ ഫോം? പ്രായത്തിൽ മുതിർന്ന ആളുകളോടാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് റെസ്പെക്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അതിനോട് നമുക്ക് ഇഷ്ടം തോന്നുവാണെങ്കിൽ അതിനെന്താ പറയാ? അതിന് ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇഷ്ടം എന്ന് പറയുന്നത് എന്തിനാ? അതിനെയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഇഷ്ടം എന്നൊക്കെ പറയില്ലേ നമ്മള്, അത് നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനോട് എന്താ പറയാ കൗതുകം തോന്നിയാണെങ്കിൽ അത് ഇതിനെ പറയാ കേട്ടോ. ഓക്കെ, ഈ ഒരു തിയറി ശരിക്കും പറഞ്ഞാല് 1985 ഈ ഒരു റോബർട്ട് സ്റ്റെൻബർഗ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്തത്, ആവിഷ്കരിച്ചത് കേട്ടോ. അന്ന് എഴുതിയൊന്നും വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്റിമസി, അതായത് ഇന്റിമസി, കമ്മിറ്റ്മെന്റ്, ഈ 2 കാര്യങ്ങളും എന്താ പറയാ ഒരാളോട് നമുക്ക് തോന്നുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയാ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാ കേട്ടോ. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളില് നിങ്ങൾക്ക് ഇന്റിമസിയും, അതായത് ഇന്റിമസി മീൻസ് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും എന്ത് ചെയ്യാം, ഏത് നേരത്തും നിങ്ങൾക്ക് അയാളോട് തുറന്നു പറയാം. ഓക്കെ, അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ്, ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെന്താ പറയാ? ഫ്രണ്ട്ഷിപ്പ്. ശരിയാണോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ചിന്തിച്ചു വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് നോക്കിയേ. നിങ്ങൾ എത്ര ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ള, അതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ്, അടുത്ത സ്റ്റേജ് എന്ന് പറയാം, നമ്മൾക്ക് ഒരാളോട് ഇന്റിമസി അതുപോലെ തന്നെ പാഷൻ, ഈ 2 കാര്യങ്ങൾ നമുക്ക് തോന്നുവാണെങ്കിൽ അതിനെന്താ പറയാ? പാഷൻ മീൻസ് അട്രാക്ഷൻ ആണ് കേട്ടോ. ഫിസിക്കൽ അട്രാക്ഷനെയാണ് നമ്മൾ പാഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ 2 കാര്യങ്ങൾ ഒരാളോട് നമുക്ക് തോന്നുവാണെങ്കിൽ എന്താ പറയുന്നേ? ലവ് കേട്ടോ, ലവ് എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇന്റിമസി ആൻഡ് പാഷൻ, അതാണ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാഷൻ. പാഷൻ മാത്രമാണ് നമുക്ക് ഒരാളോട് തോന്നുന്നെങ്കിൽ നമുക്ക് എന്താ പറയാ അതിനെ?
പാഷൻ മാത്രമാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ അട്രാക്ഷൻ കേട്ടോ, അട്രാക്ഷൻ എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, പാഷൻ മാത്രമാണ് തോന്നുന്നില്ലെങ്കിൽ അട്രാക്ഷൻ എന്ന് പറയും. ഇനി നെക്സ്റ്റ് വൺ, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഈ രണ്ട് ഘടകങ്ങള് ഒരാളോട് തോന്നുകയാണെങ്കിൽ, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ, ഞാനിത് പറയാൻ കാരണം ഇതാണ് കേട്ടോ, നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നടക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണത്. അതായത് ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ ആണത് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഒരാളോട് തോന്നിയാല് അതെന്താണ്, അതൊരു ക്രൈം തന്നെയാണെന്ന് പറയാം സൊസൈറ്റിയിൽ. ഇപ്പൊ കൂടുതൽ നടക്കുന്നതാണത്. എന്തായിരിക്കും അത്? പാഷനും കമ്മിറ്റ്മെന്റും ഒരാളോട് തോന്നുവാണെങ്കിൽ റിലേഷൻഷിപ്പ്. ഇല്ലീഗൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് കേട്ടോ, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആണ് കേട്ടോ. നമുക്കറിയാം അല്ലെ, എന്തോരം ആളുകളാണ് ഇപ്പൊ ഭർത്താവായാലും അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതായത് കുട്ടികളൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ വേറെ റിലേഷനിലൊക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു ഇതിൽ പറയുന്നതാണത് ഈ ഒരു ഇത് കേട്ടോ, അതായത് പാഷൻ അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ്, ഇത് വരുന്നതാണ് ഈ ഒരു റിലേഷൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ, അതായത് ഒരു റിയൽ ലൈഫിൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങളായിരിക്കും അപ്പൊ വേണ്ടത്, എന്തൊക്കെ നീഡ്സ് ആണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ട്രയാങ്കുലർ തിയറി ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇത്. ആ ട്രയാങ്കുലർ തിയറിയിലാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ആ ട്രയാങ്കുലർ തിയറി എന്ന് പറയുന്നത് ഇന്റിമസി ഉണ്ട്, പാഷൻ ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും ചേർന്നതാണത് ശരിക്കും റിയൽ ആയിട്ടുള്ള ലവ് ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് നമുക്ക് അറിയാം നമ്മുടെ ഇതിലല്ലേ, നമ്മൾ നോക്കി കാണാൻ അറിയാം. അതായത് നമുക്ക് ഇന്റിമസി വേണം, അതുപോലെ തന്നെ പാഷൻ വേണം, കമ്മിറ്റ്മെന്റ് വേണം. ഈ മൂന്ന് കാര്യങ്ങളുമാണ് ലൈഫിനെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമ്പോഴാണ് എന്ത് വരുന്നത്, ആ ഒരു ലൈഫ് നമുക്ക് സ്മൂത്തനിങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ലൈഫ് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഇപ്പോ എന്താ പറയാ മാരേജ് ലൈഫൊക്കെ എന്താണ് നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ശരിക്കും പറഞ്ഞാല് നമ്മുടെ മാരേജ് ലൈഫിലൊക്കെ കൂടുതലായിട്ട്, അതായത് ഇപ്പോഴുള്ള മാരേജ് ലൈഫിൽ, അതായത് എല്ലാവരുടെയും അല്ല ഞാൻ പറയുന്നത്, കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്ന് പറഞ്ഞാല് കമ്മിറ്റ്മെന്റ് മാത്രമാണുള്ളത്. അതായത് എംപ്റ്റി ലവ് എന്നാ പറയുന്നത് കേട്ടോ. അതിനാ കമ്മിറ്റ്മെന്റ് മാത്രം. ഓക്കെ, വേറൊന്നും അതിനകത്ത് നടക്കുന്നില്ല, കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോ ഇത്രയും ചില കാര്യങ്ങളാണ് എന്ത് വേണ്ടത്, നമ്മുടെ ഈ ഒരു എന്താ പറയാ നല്ലൊരു ലൈഫ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തോളൂ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഹെൽപ്ഫുൾ ആയോ പറഞ്ഞത്? ഓക്കെ, ഇനി വേറെ രണ്ട് കാര്യങ്ങളും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു ആസ് എ മാൻ, ആസ് എ വുമൺ, രണ്ട് കാര്യങ്ങളാണ് രണ്ടു പേർക്കും വേണ്ടത് പരസ്പരം. ഇപ്പൊ നിങ്ങൾ എന്താ പറയാ മാരേജ് ലൈഫ് ഉള്ളവരാണ് അല്ലെ, പറയുന്നതാണ് കേട്ടോ ഞാൻ. നിങ്ങളുടെ ലൈഫൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ആസ് എ ടീച്ചർ എന്ന നിലയ്ക്ക് ഒരു എന്താ പറയാ ഒരു മാൻ, ആസ് എ മാൻ എന്ന രീതിയിൽ ആൾക്ക് എന്താണ് ആവശ്യമായിട്ട് വേണ്ടത് അറിയാമോ നിങ്ങൾക്ക്? ഒരു വൈഫ് എന്ന രീതിയിൽ നമ്മൾക്ക് എന്താണ്, അവരെന്താണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്? സപ്പോർട്ടാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ അവർക്കൊരു എന്താ പറയാ 1 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ എന്താണ് നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എന്താ അവർക്ക് എന്താണ് വലിയൊരു സഹായം അല്ലെ. അവര് മാത്രമാണ് എന്ത് ചെയ്യുന്നേ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. പക്ഷെ എന്താണ് നിങ്ങൾ ഒരു 10 രൂപയോ അല്ലെങ്കിൽ ഒരു 100 രൂപയോ എന്താണ് നിങ്ങളൊന്ന് കൊണ്ടുചെന്ന് കൊടുത്തു നോക്കിയേ, അവർക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള, അത് ക്യാഷിന് വേണ്ടിയിട്ട് മാത്രമല്ല, അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ് കിട്ടുന്നത്. ആ ഒരു സപ്പോർട്ട് മാത്രമല്ല, അത് കൂടാതെ അവരുടെ ഗ്രോത്തിൽ എന്ത് ചെയ്യണം നിങ്ങള്, അതായത് പങ്കാളികളാവണം. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സഹായിക്കണം. ഇപ്പോ അവർക്ക് എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോലി ആയിരിക്കില്ല ചിലപ്പോൾ അവർ ചെയ്യുന്നത്. കാരണം എന്താ, കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്, ഫാമിലി നോക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നുണ്ടാവും. നിങ്ങളെയും മക്കളെയും ഒക്കെ നോക്കണമല്ലോ അവർക്ക്. അപ്പൊ അവർ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോലി ആയിരിക്കില്ല, അവർക്ക് ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള് അതിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ കാശ് കൊടുത്ത് സഹായിക്കണം എന്നല്ല പറയുന്നത്,
പറയണം അവരോട്. നിങ്ങൾക്ക് നിങ്ങളെ ഇത് പറ്റും, അല്ലെങ്കിൽ നാളെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചേട്ടൻ ഇന്ന നിലയില് നാളെ അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം എന്താണ് ആ ഒരു ഇതില് നിങ്ങൾ എത്തും എന്നുള്ള ഒരു രീതിയിൽ അവർക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം. അതെന്താണ് വലിയൊരു ആശ്വാസവും ഉണ്ട് അവർക്ക്. ഓക്കെ, ഇതൊരു മാനിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആസ് എ വുമൺ എന്തായിരിക്കും വേണ്ടത്? സ്ത്രീകൾക്ക് എന്തായിരിക്കും വേണ്ടത്? നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? എന്തായിരിക്കും? കെയർ കെയർ ആണ്. കെയർ ആണ് ഇപ്പൊ വേണ്ടത്. എല്ലാവർക്കും അറിയാം, കെയർ വേണം. അതുപോലെ തന്നെ അവളെ കേൾക്കാനായിട്ട് ഒരാള് ഉണ്ടായിരിക്കണം. ഓക്കെ, അവള് പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, കേൾക്കാനായിട്ട് ഒരാൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ടോ ഹസ്ബൻഡിനെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഉണ്ടോ? ചെയ്യാറുണ്ട്. അവരുടെ സ്വപ്നങ്ങളിലേക്ക്, അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് ചോദിക്കണം. സ്വപ്നങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി സഹായിക്കാനായിട്ട് ശ്രമിക്കണം. കേട്ടോ? ഓക്കെ മാം. ഓക്കെ, എപ്പോഴും സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അന്നത്തെ കാലത്ത് ഇന്നിപ്പോ നമ്മൾ ഒരാൾ മാത്രം ജോബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പൊ നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്ക് അത് നല്ലൊരു ആശ്വാസമായിട്ട് മാറും. ഓക്കെ, ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ നിങ്ങളുടെ അറിവിലേക്കായിട്ട്. എന്റെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള എക്സ്ട്രാ പോയിന്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ, പുറത്തൊന്നുള്ള. കുഴപ്പമൊന്നുമില്ലല്ലോ, വിരോധമൊന്നുമില്ലല്ലോ? നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇതിലേക്ക് വരാം. നമ്മൾ ആദ്യം ഒരു സംഭവം വരച്ചില്ലേ, പിരമിഡ് രൂപത്തിലുള്ള. നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ. അത് വരച്ചോ? നിങ്ങള് എഴുതിയെടുത്തായിരുന്നോ? യെസ് മാം. എഴുതിയെടുത്തല്ലേ? ഓക്കെ. നോട്ട് എഴുതാൻ റെഡിയാണോ? നോട്ട് എഴുതാൻ റെഡിയാണോ? നോട്ട് പറയട്ടെ? യെസ് മാം. ഓക്കെ, ഓക്കെ, ഓക്കെ. According to Abraham Maslow, arranged human needs arranged. Now shoes According to Maslow, human needs were arranged in hierarchy. മാം പതുക്കെ പറയോ? സ്പീഡ് പതുക്കെ പറയാം. ഓക്കെ, പതുക്കെ പറയാം. According to Abraham Maslow, human needs were എന്താ? എഴുതാൻ പറ്റില്ല. എഴുതാൻ പറ്റില്ലല്ലേ? എബ്രഹാം മാസ്ലോ ഹ്യൂമൻ. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ഇത് ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ ഷെയർ ചെയ്യാം. അത് മതിയോ? അല്ലെങ്കിൽ ക്ലിയർ ആവില്ല, നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരും. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. റിജോ, മറ്റേ സാധനം വേറെ ഫ്രണ്ട് വേണമായിരുന്നു കേട്ടോ. എപ്പോഴും പോകണം.
അത് എഴുതി എടുക്കാത്തവരുണ്ടെങ്കിൽ എഴുതി എടുത്തോളൂ കേട്ടോ. കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, നോക്കി കണ്ടില്ലേ? അത് നിങ്ങൾ നേരത്തെ നോക്കിയായിരുന്നോ? എഴുതിയെടുത്തായിരുന്നോ? അതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഫിസിയോളജിക്കൽ നീഡ്സ്, ബ്രീത്തിങ്, ഫുഡ്, വാട്ടർ. ഏറ്റവും താഴെത്തട്ടിലാണ് കേട്ടോ, ഏറ്റവും ബോട്ടം ആണ് എന്ത് വരുന്നത്, അതായത് ആദ്യത്തേത് കേട്ടോ. ആദ്യത്തേതാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് ഏറ്റവും ആദ്യത്തേതാണ്. ഫസ്റ്റ് വേണമെങ്കിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. ബ്രീത്തിങ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പർ. നമ്മുടെ PDF വേറെ കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വഴിയെ നോക്കാം. ഇത് ആദ്യം എഴുതിയെടുക്കുക കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ പിള്ളേരെ നിങ്ങക്ക്? കാണാം. എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ. മേഡം സ്ലൈഡ് പിരമിഡ് പോയി. പിന്നീട് പോയോ? ആ കഴിഞ്ഞിട്ടില്ല എഴുതി. റിജോ, 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 അത് പോയിന്ന് കാണാൻ പറ്റുന്നില്ല. കാണുന്നുണ്ട്. ഇല്ല, കാണുന്നില്ല. എനിക്ക് കാണുന്നില്ല. ഇപ്പൊ കാണിക്കാം. ആരെ കാണിക്കാ പറയുന്നമ്മ? ഇപ്പൊ നോക്കിയേ. കാണാം.
കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. ആ ഓക്കെ. കാണാം Yes, ma'am. എഴുതി കഴിയുമ്പോ പറയാട്ടോ, വേഗം എഴുതിയെടുക്കാട്ടോ, ഇത് പോകുന്നതിന് മുമ്പ് എഴുതിയെടുക്കുക. കഴിഞ്ഞു മാം. ആ കഴിഞ്ഞു. നോട്ട് ഞാൻ പറയാം. പറഞ്ഞിട്ട് അതിനു മുമ്പ് ഒരു കാര്യം കൂടി നമുക്ക് നോക്കണം. അതായത് ഈ ഒരു പിരമിഡ് ഉണ്ടല്ലോ, നിങ്ങളുടെ ലൈഫായിട്ടൊന്ന് കമ്പയർ ചെയ്തേനെ. ചെയ്യാൻ പറ്റില്ലേ? ഞാൻ നേരത്തെ ഒരു ഭിക്ഷക്കാരന്റെ കഥ, യാചകന്റെ കഥ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? പോയോ എല്ലാവരും? പറഞ്ഞല്ലേ? അപ്പൊ നിങ്ങളുടെ ലൈഫായിട്ടൊന്ന് കമ്പയർ ചെയ്തേ ഓരോരുത്തരുടെ, എന്നിട്ടൊന്ന് പറഞ്ഞേ എന്തൊക്കെയാന്ന്. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ. ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറിയുടെ ക്ലാസ്സിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉള്ളതാണ്. അത് ഇംഗ്ലീഷിലാണ് പറയേണ്ടത്. പറയിപ്പിച്ചിട്ടില്ല നിങ്ങളെ കൊണ്ട് ഞാനത്. നമുക്ക് ഇതൊന്ന് നോക്കാം. റെഡിയാണോ എല്ലാവരും പറയാനായിട്ട്? മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണത്? മലയാളത്തിൽ പറഞ്ഞു കഴിയുമ്പോ പിന്നെ എന്ത് ചെയ്യണത്? നോട്ട് എങ്ങനെ എഴുതണം? നോട്ട് എങ്ങനെ എഴുതണ്ടേ? ഇംഗ്ലീഷിൽ എഴുതണം. അപ്പൊ റെഡി? എല്ലാവർക്കും ഒരു 5 മിനിറ്റ് സമയം തരാം. ഒന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മുൻപോട്ട് വരിക, അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ ലൈഫില് ചെറുതിലേ തുടങ്ങി ഇപ്പോ നിങ്ങൾ ടോപ്പിൽ നിൽക്കുന്നത് വരെയുള്ള സ്റ്റേജുകള്, അതായത് ആ ഒരു ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ നീഡ്സ് തുടങ്ങി സെൽഫ് ആക്ച്വലൈസേഷൻ നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്തെന്ന് പറയാം. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങള്, നിങ്ങളുടെ അച്ചീവ്മെന്റ്, നിങ്ങളുടെ കംപ്ലീറ്റ് എവിടെയാണ് എത്തി നിൽക്കുന്നത്, എന്തൊക്കെയാണ് ഇനി വേണ്ട കാര്യങ്ങള്. ക്ലിയർ ആണോ? ഓക്കെ. ആർക്കും പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഉണ്ടോ? എന്താ നൗഷു എന്താ പറഞ്ഞേ? 5 മിനിറ്റ് സമയം തന്നിരിക്കാണ് കേട്ടാ. റിച്ചോ, റിച്ചോ മാറ്റിക്കോ, മാറ്റിക്കോ. പറയാൻ പോകുന്നതിന് മുൻപോട്ട് വരിക കേട്ടോ. ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അവര് തുടങ്ങാം. ഓക്കെ. ഇപ്പൊ നിങ്ങള് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടില്ലേ? ആ ഒരു മോഡല് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങളുടെ കൂടുതൽ നിങ്ങളുടെ അച്ചീവ്മെന്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഇനിയുള്ള ലക്ഷ്യങ്ങളും കൂടി അതിനകത്ത് ചേർക്കാന്ന് മാത്രം. ഓക്കെ.
മാം ഇപ്പോ അതായത് ആദ്യം മുതൽക്ക് ഇവിടം വരെ നമ്മുടെ ആ ഒരു പൊസിഷൻ അങ്ങനെ പറഞ്ഞാ പോരെ? അങ്ങനെ പറഞ്ഞാൽ മതി മോളെ. കോളേജിലൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ സാറുമാരൊക്കെ ചോദിക്കുമ്പോ എന്താവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടില്ലേ മോള്? അതുപോലെ തന്നെ ചെറുപ്പം എന്താണോ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രൊഡക്ഷന് ഇല്ല, ഞാൻ ആ ഒരു പിരമിഡിനെ കമ്പയർ ചെയ്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഓക്കെ, ക്ലിയർ ആണോ? ആ മതി മതി. തീരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണമെന്നില്ല. നിങ്ങളുടെ പ്രധാനമായിട്ടും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് പറയാ, ഒബ്ജക്റ്റ് അതായത് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് പറയാ അത് പറയാ, എയിംസ് ഉണ്ടെങ്കിൽ അത് പറയാ കേട്ടാ. ഓക്കെ, പിന്നെ പേര്, വീട്, നാട്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പറയാം. ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ബുദ്ധിമുട്ടുള്ളവര് പറയണ്ട, അല്ലാത്തവര് പറഞ്ഞാൽ മതി കേട്ടാ. ഓക്കെ, വീഡിയോ ഓപ്പൺ മൈസെൽഫാണോ? എന്താ മൈസെൽഫാണോ? എന്താ മൈസെൽഫാണോ ഉദ്ദേശിക്കുന്നത്? മൈസെൽഫ്. മൈസെൽഫ്. ഓക്കെ, മൈസെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെറിയ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യങ്ങളല്ലേ. ഇതിനകത്ത് നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, നിങ്ങൾ എന്താണ്, എവിടെ നിൽക്കുന്നു, ഇനി എന്തൊക്കെയാണ് ആഗ്രഹങ്ങളുള്ളത്, അതൊക്കെ പറയാം. ഓക്കെ, കുറച്ചും കൂടി, അതായത് ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാം, അത്രമാത്രം. ഓക്കെ, പറഞ്ഞോട്ടെ. പറഞ്ഞോ ധൈര്യമായിട്ട് എന്റെ പറഞ്ഞു. പേര് ഉസ്മ. ഞാൻ ജനിച്ചു വളർന്നൊക്കെ ചാലക്കുടി, തൃശ്ശൂര്. കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് പാലക്കാട്. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അച്ഛനും അമ്മേനെയും ഞാൻ കണ്ടിട്ടില്ല. അവരെങ്ങനെയാന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു പെൺകുട്ടി. അപ്പൊ എന്റെ റിലേറ്റീവ്സ് ആണ്, അതിലൊരു ഫാമിലിയാണ് എന്നെ എടുത്ത് വളർത്തിയത്. അവർക്ക് 2 ആൺമക്കള്. അപ്പൊ അവരുടെ ഒപ്പം തന്നെ എന്നെ അവര് വളർത്തി. അവര് വേറെ ആളോട് പറയുമ്പോഴും ഒരു നല്ലൊരു ലവിങ് കെയറിങ് ആണ്. അതായത് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണ്. അങ്ങനെയാണ് അമ്മയും അച്ഛനും പറഞ്ഞേക്കണേ. അമ്മേനെ മാത്രം ഞാൻ അവിടെ അമ്മ എന്ന് വിളിക്കും, അച്ഛനെ വന്നിട്ട് അച്ചാച്ചാന്ന് വിളിക്കുമായിരുന്നു. പക്ഷെ 7ാം ക്ലാസ് വരെ ഞാൻ ഒട്ടും പഠിക്കില്ലായിരുന്നു. എന്റെ കൂടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ 50-ൽ 3 മാർക്കും ഏറ്റവും കുറവ് മാർക്ക് 1.5 മാർക്കും ആയിരുന്നു. അപ്പൊ അത്രയ്ക്കും ഞാൻ ലോ ആയിരുന്നു പഠിക്കാനായിട്ട്. ഒരു സ്പാർക്ക് എന്നൊരു സംഭവം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുത്തെ ഏട്ടൻ എന്നെ, 2ാമത്തെ ഏട്ടൻ എപ്പോഴും ചീത്തി മടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഒരു ദിവസം എനിക്ക് ദേഷ്യം വന്നപ്പോ എന്റെ 13ാമത്തെ വയസ്സിൽ ചെയ്ത തെറ്റാണ്. ചേട്ടൻ വെള്ളം ചോദിച്ചപ്പോ ആ വെള്ളത്തിന് തുപ്പിയിട്ട് കൊടുത്തു. ചേട്ടനെ അറിയില്ലായിരുന്നു. ചേട്ടൻ കുടിച്ചു. പിന്നെ എന്റെ 26ാമത്തെ വയസ്സിൽ ഞാൻ ആ സത്യം തുറന്നു പറഞ്ഞു. ചേട്ടൻ ഇതുപോലെ എനിക്ക് ചേട്ടനോട് ദേഷ്യം കൊണ്ട് എന്നെ പഠിപ്പിക്കണ കാരണം ഞാൻ ചേട്ടന് തന്നതാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സോറി പറഞ്ഞു. ചേട്ടൻ സില്ലിയായിട്ട് ചിരിച്ചിട്ട് അങ്ങനെ വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് എന്റെ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ് തുടങ്ങുമ്പോ എന്തോ ഏട്ടന് വേണ്ടി പഠിക്കണം. കാരണം ആള് ഗൾഫിൽ പോയി, അവിടെ സൈക്ലോൺ ഇതൊക്കെ വന്നപ്പോ ആള് കുറെ ബുദ്ധിമുട്ടി. അപ്പൊ ഞാൻ പഠിച്ച എന്റെ ഏട്ടന് ഹാപ്പി ആവുമെന്ന് വെച്ചിട്ട് അന്ന് മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ ക്ലാസ് ഫസ്റ്റ് ആയി. +2-ലായാലും 93+, 10th-ല് 93, പിന്നെ 85 എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പാസ്സായി. പിന്നെ ഒരു അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മാത്സ് ടീച്ചർ ആവണം എന്നായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫാമിലി സപ്പോർട്ടഡ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ ഡിഗ്രി 2nd ഇയർ ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരും കല്യാണം കഴിച്ചു കൊടുക്കും. ആ ഒരു പേടിച്ചിട്ട് ഞാൻ ഡിഗ്രി എടുത്തില്ല, പേടിച്ചിട്ട്. പക്ഷെ അന്നത്തെ 17 വയസ്സിൽ എന്ന് വെച്ചാൽ എനിക്ക് അധികം ചിന്തിക്കാനുള്ള ബുദ്ധി അന്ന് ഉണ്ടായിരുന്നില്ല. ഡിപ്ലോമ കോഴ്സാണ് ഞാൻ എടുത്തത്. അത് 3 വർഷം തന്നെ, ഇത് 3 വർഷം തന്നെ. പക്ഷെ എന്റെ ആഗ്രഹത്തിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം കല്യാണം എന്നെ കഴിച്ചു കൊടുക്കൂ എന്നൊരു പേടി. കാരണം ഒന്ന് ഞാൻ അവരുടെ സംരക്ഷണത്തിൽ നിൽക്കുന്ന, എത്ര കാലം അവരെന്നെ നോക്കുമെന്നും എനിക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ലൈഫ് ഒന്ന് സേഫ് ആവണം എന്ന് മാത്രമാണ് കൊണ്ട് എന്റെ ആഗ്രഹത്തെ മാറ്റി വെച്ചിട്ട് ശരി ഡിപ്ലോമ ഇലക്ട്രോണിക്സ് എടുത്തു. പക്ഷെ അവിടെയും എപ്പോഴും ബോയ്സിനായിരുന്നു ആ എടുത്ത കോഴ്സ് കൂടുതൽ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ. പക്ഷെ അവിടെയും എനിക്ക് 2nd റാങ്ക് ആയിരുന്നു. പക്ഷെ കല്യാണം അത് കഴിഞ്ഞ് എനിക്ക് ഇന്ന് കോഴ്സ് പാസ് ഔട്ട് ആയി, ISROയിൽ ഇന്റർവ്യൂവിന് പാസ്സായി. പക്ഷെ വെരിഫിക്കേഷൻ വന്നപ്പോ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ മാർക്ക് വേറെ ഏതൊരു കുട്ടിക്ക് സ്കോർ മാറിപ്പോയായിരുന്നു. ഞാൻ അവിടെ സത്യം പറഞ്ഞാൽ അവിടെ വീണു. ഭയങ്കര ടെൻഷനായി. ഇനി കഴിഞ്ഞു, ഇനി പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്റെ റാങ്ക് എന്ന് പറയാൻ മാത്രമല്ല, സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ലല്ലോ. എന്റെ ISR എന്നൊരു ജോബ് പോയി. അങ്ങനെ ഡെസ്പായിരുന്ന അവസാനം വീട്ടുകാർ കല്യാണത്തിൽ തന്നെ
കാരണം അറിയാലോ അവരെന്നെ എടുത്ത് വളർത്തും, നമ്മളെ കൂടുതൽ അവര് ഇതാക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്കത് പഠിക്കണം എന്ന് പറയുന്ന ഒരു പഠിക്കുമായിരുന്നെങ്കിൽ പോലും എനിക്ക് അവരെന്നോട് സ്പേസ് തരുമെന്ന് എനിക്ക് നല്ലൊരു പേടിയായിരുന്നു. അപ്പൊ ശരി, ഞാൻ എവിടെയെങ്കിലും സേഫ് ആയിരുന്ന അവരും ഓക്കെ ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു. പക്ഷെ കല്യാണം കഴിച്ച ആളെന്ന് പറഞ്ഞാൽ പക്ക ഫാമിലി, ഭാര്യനേക്കാളും ഉപരി നല്ല ഫ്രണ്ട് ആയിട്ടാണ് നോക്കിയിരിക്കുന്നത്. എനിക്ക് എന്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ആയാലും എന്നെ മരുമകളല്ല മകള്, പുറത്ത് പോയാലും മകളെ എവിടേക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്നാ ചോദിക്കുക. അത്രയ്ക്ക് ഞങ്ങൾ ഫ്രണ്ട്ലി ആണ്. അപ്പൊ അവിടുന്ന് ഞാൻ പഠിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞായിരുന്നു. പക്ഷെ കുറച്ച് ഇഷ്യൂസ് കാരണം എനിക്ക് അത് ബിടെക് എന്നൊരു സംഭവം എനിക്ക് പാതി വെച്ച് നിർത്തേണ്ടി വന്നു, പറ്റിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബാങ്കിൽ തന്നെ ജോലി കിട്ടി, പ്യൂൺ ആയിരുന്നു ആദ്യം എന്നെ കല്യാണം കഴിക്കുമ്പോൾ. അപ്പൊ ഇതുപോലെ ക്ലറിക്കൽ ജോബ് വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, എനിക്കറിയുന്ന നോളജ് വെച്ച് ഞാൻ പഠിക്കാം, എനിക്ക് ടീച്ചിങ് ആണ് എനിക്ക് ഇഷ്ടം, അപ്പൊ നിങ്ങളെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് അന്ന് ഞാൻ മോനെ പ്രഗ്നന്റ് ആയിരുന്നു, 5 മാസം, ചെന്നൈയിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് സതീഷ് ചേട്ടനെ കുഞ്ഞുന്ന് വിളിക്കുക, നന്നായിട്ട് അടിക്കായിരുന്നു. കാരണം ആളെന്ന് പറഞ്ഞൊരു വ്യക്തി 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. പക്ഷെ ആള് ഗവൺമെന്റ് ജോലിയാണ്, സെൻട്രൽ ഗവൺമെന്റിൽ കയറി. ബിക്കോസ് ആൾക്ക് ഇംഗ്ലീഷ് നോളജ് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്യൂണായിട്ട് നിന്ന് കയറിയ ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും നമുക്ക് അടിത്തട്ടിൽ നിന്നാ പോരാ, നമുക്ക് കുറച്ച് ഉയരാം. അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്ത് എന്റെ കുറെ അടിമിടി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ അടിക്കുമായിരുന്നു ആളെ, പഠിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ ടീച്ചർ സ്റ്റുഡന്റ് ആയിരുന്നു ആ സമയത്ത്. നല്ല കെയറിംഗ് ഒക്കെ കൊടുത്തപ്പോ ആളും സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായി, സതീഷ് ചേട്ടനും. അപ്പൊ ആൾക്ക് ഭയങ്കര ഒരു ആള് സ്റ്റേജിൽ കയറി പറഞ്ഞു, ഇത്രയും നാളും പഠിക്കാണ്ട് ബാക്കിൽ നിന്ന് ഞാൻ നിന്നിട്ടും അച്ഛനമ്മയും പഠിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് വന്ന് എന്നെ പഠിപ്പിച്ച് ഇത്ര വരെ എത്തിയപ്പോ എന്നിലുള്ളിൽ ഒരു കഴിവ് എടുത്തത് എന്റെ ഭാര്യ തന്നെയാണെന്ന് പറഞ്ഞ് അത്രയും സ്റ്റേജിൽ വെച്ച് നമ്മളെ പറ്റി പറഞ്ഞപ്പോ എന്നിലൊരു കഴിവുണ്ട്, അത് മനസ്സിലാക്കിയത് സതീഷ് ചേട്ടനാണ്, അത് എന്റെ ഹസ്ബൻഡാണ്, ഫാമിലി ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു കാര്യമൊക്കെ വന്നപ്പോ, ഈ മോണ്ടിസോറിയുടെ കോഴ്സും കൂടി വന്നപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്കിനി ഒരു ഡിഗ്രി ചെയ്യാൻ പറ്റത്തില്ല, ഇനിയും മക്കളായി, ഇനിയിപ്പോ വേണ്ട, ഈ സറൗണ്ടിങ്സിൽ നിന്നിട്ട് തന്നെ എനിക്കൊരു ടീച്ചർ ആവണം, അത് ഇന്ന ക്ലാസ്സിനെ പഠിപ്പിക്കാൻ എനിക്ക് നിർബന്ധമില്ല, പക്ഷെ എനിക്കൊരു ടീച്ചർ ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മോണ്ടിസോറി എന്ന കോഴ്സ് എടുത്ത് തന്നെ ഇവിടം വരെ എത്തിച്ചു. അത് കഴിഞ്ഞിട്ടായാലും നമ്മുടേതായിട്ട് അതും ഞാൻ പറഞ്ഞു എന്റെ സ്വന്തം കാശ് കൊണ്ട് തന്നെ എനിക്ക് പഠിക്കണം, ആരെ ഡിപ്പെൻഡ് ഇനി ചെയ്യാൻ പറ്റില്ല. കാരണം 30 വയസ്സായി എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ തന്നെ ജോലിക്ക് ഇറങ്ങി ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പൊ പോസ്റ്റ് വുമൺ ആയിട്ട് ടെമ്പററി കോഴ്സിൽ തന്നെ എനിക്ക് കിട്ടി, അപ്പോയിന്റ്മെന്റ് കിട്ടി. അപ്പൊ 2 വീലർ ഓടിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പോസ്റ്റ് വുമൺ ആയിട്ട് എനിക്ക് ക്യാഷിന് വേണം, എനിക്ക് ഇവിടെ ഫീസ് അടയ്ക്കണം എന്ന് അറിയുമ്പോൾ ഞാൻ അത് പോകും. പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് എന്ന് പറഞ്ഞപ്പോ സതീഷ് ചേട്ടനും ഫാമിലിയും പറഞ്ഞു നീ ട്യൂഷൻ എടുക്കുക, കുറെ കുട്ടികൾ ഇത് ഒരു വില്ലേജ് പോലെയാണ്, കുറെ മക്കൾക്ക് ഇംഗ്ലീഷ് പറയില്ല, അങ്ങനെ കുറെ മക്കളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കപ്പോ ട്യൂഷൻ സെന്റർ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ വീട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് അവര് ഫ്ലെക്സ് അടിക്കാൻ അടക്കം പോയിരിക്കാൻ മറ്റേ റേഷ്യോ സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞിട്ട്, അച്ഛനും ഹസ്ബൻഡും തന്നെ. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിന്നുകൊണ്ട് എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് തന്നെ, വിവാഹം കഴിച്ച് കുറച്ചൊക്കെ നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിൽ പോലും കുറെ എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എനിക്ക് ഇവരാണ് സാധിച്ചു തന്നത്. ഈ ഫാമിലിയാണ്, ഇത് എന്റെ ഫാമിലി തന്നെ എനിക്ക് സാധിച്ചു തന്നത്. ഇപ്പൊ 2 മക്കളായാലും അമ്മ അത് ട്യൂഷൻ എടുക്കുന്നുണ്ട്, അമ്മ അറിയാം. പിന്നെ മറ്റ് പഠിപ്പിച്ചു കൊടുക്കാൻ പഠിക്കുന്ന കുട്ടികളായാലും ടീച്ചർ എന്ന ചേച്ചി അമ്മ എന്നൊക്കെ അവർ വിളിക്കുക. കാരണം അവർക്ക് നല്ലൊരു ഫ്രണ്ടുമാണ്, അമ്മയാണ്, നല്ലൊരു ടീച്ചറാണ്, എല്ലാ രീതിയിലാണ്. അപ്പൊ ഈ ഒരു അച്ചീവ്മെന്റ് ഒക്കെ എന്റെ ഈ ലൈഫ് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഈ അച്ചീവ്മെന്റ് എനിക്ക് ഇതൊക്കെ കിട്ടി. കാരണം പഠിക്കാത്ത ഒരാള് നിന്നെ കൊണ്ട് പഠിക്കില്ല, നിന്റെ മണ്ടയിൽ ബുദ്ധിയില്ല എന്ന് പറഞ്ഞടക്കം അധിക്ഷേപിച്ച് നടന്നതാണ് എന്റെ ഹസ്ബൻഡിന്. പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കഴിവിനെ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. അതിലൂടെ എനിക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട്. ഇതാണ് എന്റെ പ്രസന്റ് ഇവിടം വരെയുള്ള എന്റെ ലൈഫ്. അടിപൊളി കേട്ടോ. ഓക്കെ, യു ആർ എ ലക്കി ഗേൾ. എല്ലാരും പറയും ഒന്ന് നഷ്ടപ്പെട്ടാലും നിനക്ക് ഇപ്പൊ ഇത്രയും പേരുണ്ടല്ലോ എന്ന് പറയും. ആൻഡ് ഓൾസോ എ സർവൈവൽ ഗേൾ കേട്ടോ. ചെറുതിലേ തന്നെ ഞാൻ പറഞ്ഞു, ചെറുതിലേ തന്നെ അച്ഛനമ്മമാരെ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനിരട്ടിയായിട്ട് രേഷ്മ ചെന്ന ഫാമിലിയില് അവർ കെയറും, നേരത്തെ പറഞ്ഞല്ലോ ഇന്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് അല്ലേ, നേരത്തെ ഒരു ട്രയാങ്കിൾ തിയറി പറഞ്ഞില്ലേ, അത് 3 എന്തുണ്ട് രേഷ്മയുടെ ലൈഫിൽ ഉണ്ട് അല്ലേ? ഈ 5എണ്ണത്തിന് ഞാനുണ്ട്, അതെനിക്ക് മനസ്സിലായി, ലൈഫ് ഉണ്ടെന്ന് എനിക്ക്. ഹായ്. ഓക്കെ, രേഷ്മയുടെ ലൈഫ് കണ്ടപ്പോ എനിക്ക് കണ്ണു നിറഞ്ഞു പോയി. കാരണം നമുക്കെല്ലാം കാരണം മോളെ ഞാൻ പറയാ, ഇപ്പൊ മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞാലും അതിൽ നിർത്താൻ പാടില്ല. എന്തെങ്കിലും ഒരു, അതായത് ടോപ്പിലെത്തുന്ന ഒരു കോഴ്സ് വരെ ചെയ്യാം, അതിനുള്ള സാഹചര്യങ്ങൾ നിനക്കുണ്ട്. ഓക്കെ,
അതായത് സിറ്റുവേഷൻസ് ഇല്ലാത്ത പലരും ഈ ക്ലാസ്സുകളിലുണ്ട്. ഓക്കെ, അതായത് ഈ ക്ലാസ് എന്താ പറയാ, ചിലപ്പോൾ രഹസ്യമായിട്ട് ഇന്ന് കാണുന്നവർ പോലും ഉണ്ടാകാം. ഓക്കെ, അപ്പൊ നിനക്ക് അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ഇനി ഇതിൽ നിർത്താതെ ഞാൻ ഒരാളുകളോട് അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അല്ലെ, ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളുണ്ട്. അത് ചെയ്തു തീർത്തിട്ട് വേണം നമ്മൾ മരിക്കാനായിട്ട്. ഓക്കെ, അതായത് ആരാലും അറിയപ്പെടാതെ നമ്മൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ മണ്ണിൽ നിന്നും മായാനായിട്ട് പാടില്ല. ഓക്കെ, എന്തെങ്കിലും ഒരു കയ്യൊപ്പ് എന്ത് വേണം, നമുക്ക് വേണം നമ്മുടേതായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻ. നെക്സ്റ്റ് ആരാ പറയും? ഇപ്പൊ കണ്ടില്ലേ രേഷ്മ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടാവാം, മിസ് എന്താ ഈ പറയുന്നത്, ഞങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണോ പറയുന്നത്. പക്ഷെ കണ്ടില്ലേ ഈ ഒരു കാര്യം, അതായത് രേഷ്മയുടെ ഉള്ളിലുള്ള ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അത് നിങ്ങളിൽ ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ കാര്യം ചെയ്യിപ്പിച്ചത് കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരാ പറയാ? നെക്സ്റ്റ് ആരാ പറയാ? സമയം പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഒരാൾക്ക് പറയാം, ഒരാള് വായോ. നസീമ. നസീമ പറഞ്ഞു. എന്റെ പേര് നസീമ. ഞാൻ മലപ്പുറത്താണ് ജനിച്ചത്. വീട് അവിടെയാ. കല്യാണം കഴിച്ച വീട് പാലക്കാടാണ്. ഇപ്പൊ രേഷ്മയുടെ കഥകളൊക്കെ കേട്ടു. പക്ഷെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ കല്യാണത്തിന് മുമ്പേ നമുക്ക് ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്യാതെ ആവണമെന്നില്ല, നിർത്താതെ പ്രാബല്യത്തിൽ വരണമെന്നില്ല. ഇപ്പൊ ഞാനും ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. പിന്നെ എന്റെ വീട്ടിൽ 4 ആങ്ങളമാരും ഞാനൊരു മകൾ മാത്രമേ ഉള്ളൂ, മോളേ ഉള്ളൂ. ഞങ്ങൾ 5 കേൾക്കുന്നില്ല പേരാണ്. മോളെ, ഒന്നും കൂടി ഉച്ചത്തില്ലെന്ന് പറയാമോ? ക്ലിയർ ആവുന്നില്ല കേട്ടോ, അതാണ് കേട്ടോ. കേൾക്കണ്ട? ഇപ്പൊ കേൾക്കണ്ട മാം? ഇപ്പൊ കേൾക്കുന്നു. ഞങ്ങൾ എന്റെ ഫാമിലി അച്ഛനും അമ്മ പിന്നെ 5 പേരാണ്. ഞാന് 4 ആങ്ങളമാരും ഞാനൊരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അച്ഛന് കല്യാണത്തിന് ശേഷം സൗദിയിൽ വെച്ച് മരിച്ചു. അച്ഛന് ഫാമിലി കാരണം മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കില്ല. ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ കല്യാണം കഴിച്ച് കൊടുക്കാന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പേരൻസ് ഒക്കെ നിൽക്കുക. അപ്പൊ ഞാൻ ഫൈറ്റ് ചെയ്ത് തന്നെ ഉപ്പ ഗൾഫ് സൗദിയിലായിരുന്നു. വരുന്ന സമയത്തൊക്കെ ഞാൻ കരയും, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ താഴെയൊന്നുമില്ല, അനിയത്തിമാരൊന്നുമില്ല, ആങ്ങളമാരാണല്ലോ. അപ്പൊ പേടിക്കാനൊന്നുമില്ല, ഞാൻ പഠിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിഗ്രി വരെ എത്തിച്ച് പഠിച്ചു. ഡിഗ്രി വരെ പഠിച്ചു. അതിനുശേഷം കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുക പറഞ്ഞാൽ ഉപ്പാന്റെ ഫ്രണ്ട്സിന്റെ ഒരു അനിയനെയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെയാണ് പാലക്കാട് എത്തിയത്. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട്, പക്ഷെ ഡിഗ്രിക്ക് കഴിഞ്ഞാലും വീണ്ടും പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പഠിക്കാൻ പറ്റില്ല. വന്ന പിള്ളേരായി, കുട്ടികളായി, 3 പേരുണ്ട്. അപ്പൊ അതിനുശേഷം ഞാനിങ്ങനെ PSC ഒക്കെ എഴുതാറുണ്ടായിരുന്നു. പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല. പിന്നെ അതിനുശേഷം കുട്ടികളെ കുറച്ച് വളർന്ന ശേഷമാണ് ഞാന് ഇവിടുത്തെ കുറച്ച് പിന്നെ പ്രതിഭാ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ 10-40 കുട്ടികള് എല്ലാ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ. അതിന് കാരണം അവർക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തുക, അതേപോലെ കുട്ടികൾ പഠനത്തിൽ ബാക്കിലേക്ക് നിൽക്കുന്ന കുട്ടികൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ശനി ഞായറായിരുന്നു ക്ലാസ്. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ ലൈഫ് ഒരു ടീച്ചർ ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അങ്ങനെ അതിലൂടെ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ചെറുതായിട്ട് ഒരു ടീച്ചിങ് എന്നുള്ളൊരു ടീച്ചറെ എന്ന് വിളിക്കാനുള്ളൊരു കഴിവ് ആ സമയത്ത് കിട്ടി. ഹസ്ബൻഡും സപ്പോർട്ടീവ് ആയിരുന്നു. കുട്ടികളെ ചെറുതായപ്പോ ഒന്നിനും പോകാൻ പറ്റിയില്ല. പിന്നെ പഠിക്കുന്ന കാര്യത്തിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ 2020 ഞാനിപ്പോ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്, അതിർപ്പ പഞ്ചായത്ത്. പക്ഷെ എനിക്ക് അതൊന്നും ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. കാരണം നമ്മളൊരു ടീച്ചർ ആവാണെന്നോ ആദ്യമൊക്കെ ഞാൻ എതിർത്തെങ്കിലും എനിക്ക് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല, ഞാൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കൂടുതലായിട്ട് അതേപോലെ നന്മ എന്നുള്ള സംഘടനയിലൊക്കെ ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. കൊറോണ സമയത്ത് അതേപോലെ അങ്ങനെയൊക്കെ പോലീസിന്റെ കൂടെ വളണ്ടിയറൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സേവനം ചെയ്യുന്നോണ്ടായിരിക്കും ചിലപ്പോ എന്നെ ഇങ്ങനെ മെമ്പറാക്കാനുള്ളൊരു അവര് തീരുമാനിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിനുശേഷം എനിക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. എൻ്റെ പിന്നെ വാർഡിന് വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എനിക്ക്. അതിൽ സുഖമില്ലാത്ത അമ്മയെ
കൊണ്ടുപോയിട്ട് അവരുടെ എന്താണ് ഒരുപാട് സുഖമില്ലാതെ പറഞ്ഞാല് എന്താ ഇപ്പൊ വേസ്റ്റ് അതൊക്കെ കഴിച്ച് അങ്ങനെ നടന്ന ഒരു അമ്മയായിരുന്നു. ആ അമ്മയൊക്കെ നമ്മള് നല്ല ക്ലീൻ ആക്കി പോലീസിന്റെ സപ്പോർട്ടോട് കൂടി ചെയ്ത് നമ്മൾ തൃശ്ശൂര് അവിടെ മെന്റലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിപ്പോ നല്ല ഇതായിട്ടിരിക്കുന്നു. പക്ഷെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു അമ്മയായിരുന്നു. അപ്പൊ എന്റെ ലൈഫില് ഞാൻ എവിടേക്കോ എത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ദൈവത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, നമ്മളെ ഇങ്ങനെ ആവാനാണ്, നമ്മളുടെ ഇങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെ ഇത്. അപ്പൊ അങ്ങനെ അമ്മയെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമായിരിക്കും. കാരണം അതിന്റെ വീട്ടിലാണ് എല്ലാ വേസ്റ്റും കൊണ്ട് വീട്ടിലിടും, എല്ലാ ഭാഗത്തുനിന്നും വേസ്റ്റുകൾ എടുത്തിട്ട് വരും, അതിന്റെ ദേഹത്ത് മൊത്തം വേസ്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു അമ്മന് ഞാനൊരു മെമ്പർ ആയപ്പോൾ എനിക്ക് അതിനൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിക്കാൻ, അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ്. പിന്നെ അതുപോലെ ഒരു അമ്മയില്ലാത്ത അച്ഛനും അമ്മയും ഇല്ലാത്ത, അച്ഛൻ ഉണ്ടായിരുന്നില്ല, അച്ഛൻ മരിച്ചു നേരത്തെ, അമ്മയും ഒരു ഊമായിരുന്നു, സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ചെറുപ്പം. അപ്പൊ ആ അമ്മയും പെട്ടെന്ന് മരിച്ചു പോയപ്പോ ആ കുട്ടി തനിച്ചായപ്പോ ആ കുട്ടിനെ എനിക്ക് വേറൊരു ലീഡ് കോളേജ് എന്നൊക്കെ ചിലപ്പം കേട്ടിട്ടുണ്ടാവും, പാലക്കാടുള്ള ലീഡ് കോളേജ് MBA പഠിക്കുന്നത്. അവിടെ നിന്ന് ആ കുട്ടി ഞാൻ നന്മയുള്ള സംഘടനയിലുണ്ട്, ആ സംഘടനയിലെ ആ സാറുണ്ട്, അവിടുത്തെ പിന്നെ സാറുണ്ടായിരുന്നു. ആ സാറിന്റെ ദിവസം ഞങ്ങൾ കിറ്റ് കൊടുക്കാൻ പോയപ്പോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനില്ല, അമ്മയില്ല, റിലേഷൻ ആരും നോക്കുന്നില്ല, അടുത്ത വീട്ടുകാർ ഭക്ഷണം കൊടുത്തിട്ടാണ് നോക്കുന്നത്, പിന്നെ രാത്രി അവരെ വീട്ടിൽ പോയി കിടക്കണം. അങ്ങനെയൊക്കെയപ്പോ എനിക്ക് വിഷമം തോന്നിയപ്പോ എന്താ ചെയ്യാ സാറിന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു ഞാൻ അവനെ ഏറ്റെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവനെ സാറ് ഏറ്റെടുത്തപ്പോ അവനെ അവിടുന്ന് +1 പഠിച്ച് +2 കഴിഞ്ഞു. ആ സാറിന്റെ അവിടെ തന്നെ കോളേജിൽ തന്നെ നിന്ന് പഠിച്ച് ഇപ്പൊ അവന് അവിടെ തന്നെ ജോലിയായി. അപ്പോഴും എനിക്ക് അതില് വലിയൊരു സന്തോഷം, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതൊക്കെ തന്നെ എന്റെ ലൈഫിൽ ഞാൻ എവിടേക്കും എത്താൻ കഴിഞ്ഞില്ലെങ്കിലും പക്ഷെ എന്റെ ഈ ഒരു മെമ്പർ എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്തു. ചിലപ്പോ നമ്മളിപ്പോ ആഗ്രഹിച്ചതുപോലെ ആവണം എന്നില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ദൈവം നമ്മളെ വേറെ ഒരു വഴിക്ക് നല്ല രീതിയിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതൊരു സന്തോഷം. അതൊക്കെ തന്നെ. പിന്നെ മക്കള് 3 പേര്, മോന് +2 പഠിക്കുന്നു, മോള് 9ാം ക്ലാസ്സിൽ, ചെറുത് 7ാം ക്ലാസ്സിൽ. ഹസ്ബൻഡും കുഴപ്പമില്ല, അങ്ങനെ ജീവിക്കുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അല്ലേ? ഓക്കെ. ഇപ്പൊ എന്താണ്, അതായത് ഇപ്പൊ നിലവില് വാർഡ് മെമ്പർ ആണല്ലേ? അതെ അതെ. ഏതാ പഞ്ചായത്ത് ഏതാ? അകത്തേത്തറ, പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ പഞ്ചായത്ത്. ആദ്യത്തെ അല്ലേ? ഇപ്പൊ എത്ര നാളായപ്പോ ഈ ഒരു രംഗത്ത്? ഇപ്പൊ 3.5 വർഷം ആവണു, ഇനിയിപ്പോ 1.5 വർഷം കൂടെ. ആവണം അല്ലേ? അത് വിടണ്ട കേട്ടോ, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അത് വിടണ്ട. അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു ഇതായിട്ട് ദൈവം തന്നൊരു ഇതായിരിക്കുന്നത്. അതെ അതെ. എന്തെങ്കിലും ഒരു നമുക്കിപ്പോ ദൈവം എന്തെങ്കിലും ഒരു തളർച്ച തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായിട്ട് നമുക്ക് ഉയർച്ച തരും. അതെ അതെ. ഞാന് സന്തോഷം, എപ്പോഴും എനിക്ക് ഹാപ്പി ഉള്ളൂ. കാരണം എന്റെ വാർഡിലാണെങ്കിലും എല്ലാവർക്കും എന്നോട് അത്രയ്ക്കും ഒരു സ്നേഹമൊക്കെയാണ്. കാരണം എല്ലാവരോടും ഒരുപോലെ, കാരണം രാഷ്ട്രീയമാണെങ്കിലും ഒരാളെയും ഒരു പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാണ്ട് എല്ലാവർക്കും ഒരുപോലെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സപ്പോർട്ടുകളും സഹായം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ആ ഒരു റെസ്പെക്ട് നല്ല ഉണ്ടാവും. നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കുന്നുണ്ട്. അതിപ്പോ നസീമയെ ഉദ്ദേശിച്ച് മാത്രമല്ല, എല്ലാരും ഉദ്ദേശിച്ചാണ് പറയുന്നത്. നസീം ഒരു വാർഡ് മെമ്പർ ആണ്, അതിപ്പോ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു വാർഡ് മെമ്പർ ആവുന്ന പോലും നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു രംഗത്ത് എത്തുന്നത്. പക്ഷെ എനിക്ക് സോഷ്യൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അത് പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു ഇത്. 5 വർഷത്തേക്കാണെങ്കിലും അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് നല്ല ഇമ്പോർട്ടൻസ് ആണ്. വളരെ വലുതാണ്. ഓക്കെ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ളവരുടെ പറയാനായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ നടത്താം കേട്ടോ. ഓക്കെ, എല്ലാവരും പറയണം എന്നാണ് എന്റെ ആഗ്രഹം. എന്നാലും ഓരോരുത്തരും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെയുള്ള ആളുകളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ എന്തൊക്കെയാണ്
ഇതുവരെ നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആകും കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, Okay, ma'am. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Our mark